അതല്ല ഇപ്പോഴേ എക്സിറ്റ് പോളിന്റെ ഫലങ്ങള് അതിന്റെ തുടർ നീക്കങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി BJP കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളൊക്കെ ഡൽഹിയിൽ യോഗം ചേർന്ന വാർത്ത നമ്മൾ കണ്ടു. ഈ എക്സിറ്റ് പോളുകളെ ഒക്കെ ഇതിങ്ങനെ കാണുമ്പോഴേക്ക് തന്നെ എന്തിനായിരിക്കും ഈ രാഹുൽ ഗാന്ധി ഇത്തരം വെകിളി പിടിച്ചിട്ട് ഓരോരോ തീരുമാനങ്ങൾ പറയുന്നത് ഓർത്തു പോകുക. അതായത് ഇപ്പോ സാറ് തുടങ്ങി വെച്ചിടത്ത് തന്നെ നമുക്ക് വന്ന് നിൽക്കാം. എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും, മുസ്ലിം വോട്ട് നമുക്ക് അനുകൂലമായിരിക്കും എന്ന ചിന്താഗതിയായിരുന്നു ഇടതനെയും വലതനെയും നയിച്ചിരുന്നത്. അതിലൊരു സത്യവുമുണ്ട്. കാരണം എല്ലാ കാലത്തും ഇവർ അധികാരത്തിൽ കയറിയത് അവരെ താങ്ങിയാണ്, അവരധികാരത്തിൽ കയറിയത് ഇവരെ താങ്ങിയാണ്. എന്തായാലും സാറ് പറഞ്ഞല്ലോ, ഇനിയും ഈ ജാതിയും മതവും പറഞ്ഞിട്ടുള്ള ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതി ഇനിയും കേരളത്തിൽ സാധ്യമല്ലെന്ന് പറഞ്ഞല്ലോ. ചോദ്യം ഇതാണ്, സാർ ഇപ്പൊ പറഞ്ഞു അവിടെ പൊതു ശൗചാലയങ്ങള്, അവർക്ക് വേണ്ടുന്ന വെള്ളം, വെളിച്ചം, വഴി ഇതെല്ലാം കിട്ടി. സാറേ, ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തിനും നൽകുന്നില്ലേ? നൽകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ജനഹൃദയങ്ങളിലേക്ക് എത്താതെ പോകുന്നത്? ഇപ്പൊ മുദ്രാ ലോണിന്റെ കാര്യം സാർ പറഞ്ഞു, നമ്മുടെ വീടുകളിലേക്ക് ലക്ഷങ്ങൾ എത്തുന്നുണ്ട്, 10,000 എത്തുന്നുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിൽ കച്ചവടമാകാത്തത്? അത് ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് 2 കാരണങ്ങളാണ് മറുപടി. ഒന്നാമത്തെ കാരണം, ഇവിടുത്തെ മീഡിയ ഈ കാര്യങ്ങൾ പൊതിഞ്ഞു വെക്കുന്നു, മറച്ചു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് UDF LDF ഇത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. എന്നാൽ ഇതിന് മറുപടി കൊടുക്കാൻ ഇവിടെ BJP ഉണ്ട്, NDA ഉണ്ട്. പക്ഷെ BJPയോ NDAയോ, ഞാനിപ്പോ ഒരു BJP-കാരനാണെങ്കിൽ പോലും ഞാൻ തുറന്നു പറയുകയാണ്, BJPയും NDAയും അടക്കമുള്ള ആൾക്കാരുടെ പ്രവർത്തകര് ഇത് പഠിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ ഈ വിഷയങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്താലും, ഞാൻ ഇപ്പോൾ ചാനലുകളിൽ സംസാരിച്ചാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടാലും അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് ഇത് എത്തണമെങ്കിൽ ഇവിടെ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, BJP NDA പ്രവർത്തകർ ഈ വിഷയം പഠിച്ച് വീടാന്തരം ഇത് എത്തിക്കണം. അത് എത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. നേരിട്ട് ഞാൻ കണ്ടതാണ്, അനുഭവിച്ചതാണ്. 2, ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും യൂട്യൂബ് ചാനലുകളാണെങ്കിലും സത്യമായിട്ട് പറയാൻ തയ്യാറാവണം. ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് 100% അറിയാമെങ്കിലും, അല്ല അത് പിണറായി വിജയൻ തന്നതാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നതാണ് എന്ന് പറയുന്ന ആ അസത്യ പ്രചരണം അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു വലിയ അജണ്ട കേരളത്തിൽ നടക്കുകയാണ്. മാധ്യമങ്ങളും അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക എന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര പദ്ധതികളെ മൂടി വെക്കുമ്പോൾ അത് തുറന്നു കാണിക്കാനുള്ള ആർജവം BJPയും BJPയുടെ മുന്നണിയും അതിന്റെ പ്രവർത്തകരും തയ്യാറാകാത്തതാണ്. ഈ 2 കാരണങ്ങളാണ് കേരളത്തിൽ ഇന്നും ഈ വസ്തുതകൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ കാരണം. വേറൊരു വിഷയമുണ്ട് സാറ് പറഞ്ഞില്ലേ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച്. ഈ ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതി നിയമവും, ഇത് രണ്ടും ലോക ചരിത്രത്തിൽ ഇതേവരെ കേരളത്തിൽ വളച്ചൊടിക്കപ്പെട്ടതുപോലെ എങ്ങും വളച്ചൊടിക്കപ്പെട്ടിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒരു കൺവിൻസിങ്, ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളായിരുന്നു BJP പ്രവർത്തകർ. അവരുടെ ഭാഗത്തു നിന്നും അതുണ്ടായില്ല. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാറുള്ളത്? ഇവിടെ ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല. കാരണം CAA എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് അറിയാം. കേരളത്തിൽ CAA പ്രകാരം 300 പേർക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെമ്പാടുമായിട്ട് ആയിരക്കണക്കിന് പേർക്ക് കൊടുത്തു കഴിഞ്ഞു. CAA ഇവിടെ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുമ്പോഴും ഇവിടെ CAA പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല. കേരളം ഉറക്കം നടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് CAA ആണെങ്കിലും കോമൺ സിവിൽ കോഡ് ആണെങ്കിലും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തിപരമായി ഇപ്പം ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ പോയിരിക്കുന്ന ആളാണല്ലോ. ചർച്ചകൾക്ക് മുമ്പും ചർച്ചകൾക്ക് ശേഷവും കാപ്പി കുടിച്ച് ഞങ്ങള് ചർച്ച ചെയ്യുന്ന സമയത്ത് എല്ലാ കക്ഷികളിൽ നിന്നും വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകര്, നിഷ്പക്ഷര് എന്നൊക്കെ വേഷം കെട്ടി വരുന്ന വേറെ ആൾക്കാരും ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. സത്യമാകട്ടോ, സംഗതിയൊക്കെ ശരിയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, പക്ഷെ ഞങ്ങൾക്കത് പറയത്തില്ലല്ലോ, നിങ്ങൾക്കേ പറയത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. കേരളം മുഴുവൻ ഈ വസ്തുതകൾ അറിയാം. അപ്പോൾ കേരളത്തിന് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പിന്നെയോ ഇവരുടെ തടവിൽ കിടക്കുകയാണ്.
UDF-ന്റെയും LDF-ന്റെയും തടവിൽ കിടക്കുന്നവർക്ക് ഇത് പുറത്തു പറയാൻ വയ്യില്ല. അതുകൊണ്ടാണ് ആ നിർഭയം, ആ ഭയമാണ് ഈ കേരളം ഇന്ന് ഈ കാപട്യം കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് പറഞ്ഞു പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. കാരണം ഇത് വളരെ ഓപ്പൺ ആണ്, ആർക്കും സ്വന്തം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യവും. അതല്ല സാറേ, ഇവിടെ ഇപ്പൊ ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക്താവാണ്, ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്. മുത്തലാഖ് എന്താണ് എന്ന് എനിക്കറിയാം. ബഹുഭാര്യത്വത്തിന്റെ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്കറിയാം. എന്റെ കുട്ടിയുടെ പേരന്റിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അനാഥമാക്കപ്പെടുന്നത് ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ പോലെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ഇത് അറിയണമെന്ന് നിർബന്ധമില്ല. ഇന്ന് ഞാനും ബൈജുവും വേറൊരു ആളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിഷയമാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് BJP-യുടെ തന്ത്രമാണ്. അതുപോലെ മുത്തലാഖ് വിഷയം, ഈ മുസ്ലിം പുരുഷന്മാരെയൊക്കെ ജയിലിലാക്കാനുള്ള BJP സർക്കാരിന്റെ തന്ത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു കൺവിൻസിങ് ആവശ്യമാണ്. നമുക്കറിയാം സാറേ, ഒരു പ്രമാദമായ മുദ്രാവാക്യം ഒരു 9 വയസ്സുകാരനെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാരൻ വിളിപ്പിച്ച മുദ്രാവാക്യം, അതിനകത്ത് ഞങ്ങൾ പാകിസ്ഥാനിലും പോകില്ല, ഞങ്ങൾ ബംഗ്ലാദേശിലും പോകില്ല, പോകുവാണെങ്കിൽ ഞങ്ങൾ 6 അടി മണ്ണിലേ പോകൂ, ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ആ 9-കാരനായ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഏത് രൂപത്തിലാണ് ആ കുട്ടിയുടെ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത് നോക്കണം. മദ്രസകളിലൂടെ, വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമുഅ കുത്തുബകളിലൂടെ, മറ്റു ഖുർആൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൺവിൻസ് ചെയ്യപ്പെടുന്നത് നമ്മളെ ഈ രാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള BJP സർക്കാരിന്റെ തന്ത്രമാണ് എന്നാണ്. ഒരു പരിധി വരെ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് BJP നേതൃത്വമാണ്. അവര് വേണ്ടുന്ന രൂപത്തിൽ സർക്കാർ പദ്ധതികളെ കുറിച്ചും ഈ നിയമ സംവിധാനങ്ങളെ കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നില്ല. ഇതാണ് സാറേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, BJP ഈ കാര്യം കൃത്യമായും ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയുകയാണ്, എന്റെ സമയം അതിക്രമിച്ചെങ്കിലും ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കേരളത്തിന്റെ എത്രയോ മടങ്ങ് ശക്തമായ ഭീകരവാദം നടന്ന സ്ഥലമാണ് കാശ്മീർ. ഇപ്പൊ കാശ്മീരില് ബോംബെറിഞ്ഞവരും തോക്കെടുത്തവരും ഒക്കെ അതൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം എന്താണ്? താടിയുള്ള അപ്പനെ പേടിയുണ്ടായി, അത്രേ ഉള്ളൂ. ഇവിടെ പശ്ചാത്തലം വേറെയാണ്. ഇവിടെ സംരക്ഷിക്കാൻ UDF-ഉം ഉണ്ട്, LDF-ഉം ഉണ്ട്. നാളെ ഈ UDF-ഉം LDF-ഉം ഇല്ല എന്നും അവർക്ക് ഇതിനുള്ള കരുത്തില്ല എന്നും ബോധ്യമാകുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് നാളെ വരാൻ പോകുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് 1 ആണെങ്കിലും 2 ആണെങ്കിലും 4 ആണെങ്കിലും 6 ആണെങ്കിലും അതിന് ഒരേ എഫക്റ്റ് ആയിരിക്കും. കാരണം BJP ഇവിടെ ചുവട് പിടിച്ചു. ഈ 2 പേരും ശക്തമായി എതിർത്തിട്ടും BJP ഇവിടെ ചുവട് പിടിച്ചു എന്ന് കണ്ടാൽ കാശ്മീർ ഇവിടെ ആവർത്തിക്കുമെന്ന് അവർക്ക് മനസ്സിലാവും. ഈ നിലപാട് പ്രചരിപ്പിക്കുന്ന ആൾക്കാര് ഇതിനേക്കാൾ 100 മടങ്ങ് ശക്തിയിലാണ് കാശ്മീരിൽ പ്രചരിപ്പിച്ചത്. കാശ്മീരിലെ മദ്രസകളും കാശ്മീരിലെ പള്ളികളും കേരളത്തിനേക്കാൾ 100 മടങ്ങ് ശക്തിയിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ശക്തമായ ഒരു കേന്ദ്ര ഭരണകൂടം അവിടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തീർന്നു. അത് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ LDF-ഉം UDF-ഉം ഞങ്ങളെ സംരക്ഷിക്കാനില്ല, അവർ നോക്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് ഭീകരവാദികൾക്ക് മനസ്സിലാകുന്ന ദിവസം ഇവിടുത്തെ മദ്രസകളൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കാറാകും. ഇവിടുത്തെ പള്ളിയിലെ പ്രഭാഷണങ്ങൾ വളരെ മര്യാദയാകും, ദേശസ്നേഹപരമാകും, വേണമെങ്കിൽ വന്ദേ മാതരവും കൂടെ ചൊല്ലിക്കേൽപ്പിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും. വളരെ പെട്ടെന്നായിരിക്കും മാറുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ. സമയം വൈകിയത് കൊണ്ട് ഞാൻ ഒന്ന് ഇറങ്ങുകയാണ്. ചർച്ച ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. സാർ, എന്തായാലും ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് സാർ അരമണിക്കൂറാണ് തന്നത്. മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ചെറിയാതെ വയ്യയിൽ ഇത്രയും വിവരം പാസ് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് സാർ. സാർ ലീവ് ചെയ്തോളൂ. നന്ദി, സന്തോഷം.